നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 25-ന് ശേഷം കുറച്ച് നക്ഷത്രക്കാർക്ക് ശനി മാറുന്നു. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ആദ്യത്തെ നക്ഷത്രം ഭരണി. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർ കുറേ നാളായി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ പറ്റിയ സമയമാണിത്. വിദേശ യാത്രകൾ ചെയ്യാനാവും. ജോലിയിൽ ഉയർച്ചയും ഉണ്ടാകും. ഇനി അടുത്തത് രോഹിണി. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക പ്രയാസങ്ങൾ മാറി ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന സമയമാണിത്. വീട്ടിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. ഇനി അടുത്ത നക്ഷത്രമായ തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതുവരെ പരിശ്രമിച്ചിട്ട് കഴിയാത്ത കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ നടക്കും. ഭൂമി വിൽക്കാൻ പറ്റിയ സമയവുമാണിത്. സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറി വരും. ഇവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയവുമാണിത്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരവും ഉണ്ടാകും. സർക്കാർ ജീവനക്കാർക്ക് ജോലിക്കയറ്റവും ഉണ്ടാകുന്ന സമയമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ പൂയം. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായി പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയമാണിത്. പുതിയ വാഹനം വാങ്ങാനുള്ള യോഗവുമുണ്ട്. യാത്രകൾ ചെയ്യാനുള്ള യോഗവുമുണ്ട്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി അടുത്ത നക്ഷത്രമായ മകം. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലിയില്ലാത്തവർക്ക് ജോലിയെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ഇതുവരെ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നു കിട്ടും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയവുമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ ഉത്രം. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടുന്നത്. അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടമുണ്ടാകും. ദീർഘകാലമായി കാത്തിരുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ പറ്റും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭം നേടാനും കഴിയും. സ്ഥാനക്കയറ്റം നേടാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും സാധ്യതയുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കാനും സാധിക്കും. ഇനി അടുത്ത നക്ഷത്രമായ ചിത്തിര. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഭൂമി വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണിത്. പുതിയ സൗഹൃദങ്ങൾ വഴി സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഇനി അടുത്ത നക്ഷത്രമായി ചോതി. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർ ഇതുവരെ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്ന സമയമാണിത്. ജോലിയിൽ ചില ആനുകൂല്യങ്ങൾ ലഭിക്കും. ലോട്ടറി പോലെയുള്ള ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രമായ വിശാഖം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൂർത്തിയാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു തീർക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഉയർച്ചയുണ്ടാകും. ഇനി അടുത്ത നക്ഷത്രമായ തൃക്കേട്ട. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പരിശ്രമിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയവുമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ പൂരാട. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ ബിസിനസ് തുടങ്ങാൻ കഴിയുന്ന സമയമാണിത്. പുതിയ വാഹനം വാങ്ങാനും വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ശ്രമിച്ചാൽ കിട്ടുന്നതാണ്.
ഇനി അടുത്ത നക്ഷത്രമായ ചതയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലോട്ടറി പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കും. പുതിയ സംരംഭം തുടങ്ങാൻ കഴിയുന്ന സമയവുമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.